30,000 രൂപ കൊടുക്കാം. ഏകദേശം ഫുൾ ലോണിൻ്റെ അടുത്ത് തന്നെ കയറാം. ഒരു 20,000 റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇത് നമുക്ക് വെറും 82,000 റുപ്യക്ക് കൊടുക്കാം. ഇത് നമുക്ക് 78,000 രൂപ കൊടുക്കാം. അതുപോലെ ആണ് നമുക്കൊരു 1,90,000 രൂപയ്ക്ക് ലോൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറച്ച് നീച്ചയ്ക്ക് ഉഷാറാവേ. ഓക്കെ, അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഓണായിട്ട് ഓഫർ ചെയ്യാന്ന് ഒരുപാട് ആൾക്കാർ കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികൾ, എല്ലാ വണ്ടികളും നമ്മൾ ഓഫർ റേറ്റിന് വണ്ടി കൊടുക്കാൻ പോകണേ. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യാനുള്ള വണ്ടികളുണ്ട്, അതേപോലെ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ട്, സെഡാൻ ടൈപ്പ് വണ്ടികളുണ്ട്, 7 സീറ്റർ വണ്ടികളുണ്ട്, മോഡൽ കൂടി വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇതൊക്കെ നമ്മൾ സ്റ്റാഫിൻ്റെ വണ്ടികളാണ്. ഇതൊന്നും നമുക്ക് കൊടുക്കാനുള്ളതല്ല. ഈ വീട്ടിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തുള്ള താഴെ നമ്പർ കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡാഡ്സൻ്റെ ഗോ 2014 മോഡൽ 1,69,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 2008 മോഡൽ വാഗനറാണ്. ഇത് നമുക്ക് വെറും 82,000 റുപ്യക്ക് കൊടുക്കാം. അതുപോലെ 2008 മോഡൽ തന്നെ അൾട്ടോ LX AC പവർ സ്റ്റാറിംഗ് എല്ലാം വരുന്നൊരു വേരിയൻ്റാണ്. ഇത് നമുക്ക് 78,000 രൂപ കൊടുക്കാം. അതുപോലെ പിന്നെ ഹോണ്ടൻ്റെ ജാസാണിത്. 2018 മോഡലാണ്. 4,20,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഇതുപോലെ നിസാൻ്റെ മൈക്ര 2016 മോഡൽ 2,80,000 രൂപയ്ക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ XC ആണ് ഓപ്ഷന്. വേറെ മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് 2016 മോഡൽ VXI 4,20,000 ഇതിന് ആസ്ക് ചെയ്യുന്നത്. ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. പെട്രോളാണ്. 2012 മോഡൽ 13 രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു സ്വിഫ്റ്റ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. 2,99,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 30,000 റുപ്യ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതുപോലെ പിന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ക്യാമറമാൻ കമോൺ. അതുപോലെ 2020 മോഡൽ ടാറ്റൻ്റെ അൾട്രോസ് XE ഫുൾ ഓപ്ഷനാണ്. 5,40,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. ഏകദേശം ഒരു 5 ലക്ഷം വരെ ലോൺ കയറുന്ന വാഹനമാണ്. പിന്നെ അതുപോലെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഹോണ്ട അമേസ് നല്ല പ്രീമിയം ലുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വൈറ്റ് ബ്യൂട്ടി നിൽക്കുന്ന ഒരു കിടിലൻ വാഹനമാണ്. ഇതിന് നമ്മൾ 2018 മോഡലാണ്. പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്ന വേരിയൻ്റാണ്. നമുക്ക് ഒരു 5,35,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതുപോലെ പിന്നെ നമ്മളതിലുള്ളത് ഒരു ഇന്നോവ 7 സീറ്റർ വണ്ടി നോക്കുന്നവർക്ക് ഇന്നോവ 2015 മോഡലാണ്. ഇതിന് നമുക്ക് 8,15,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ വരുന്നത് ടാറ്റൻ്റെ അൾട്രോസിനാണ്. 2021 മോഡലാണ്. XV ആണ് ഓപ്ഷൻ വരുന്നത്. അത് നമുക്കൊരു 4,79,000 രൂപ കൊടുക്കാം. മാനുവൽ പെട്രോൾ. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2009 മോഡൽ ഐട്ടൺ ആണ്. നമുക്കൊരു 1,90,000 രൂപയ്ക്ക് ലോൺ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വാഹനമാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ വാഗനർ 2011 മോഡലാണ്. 2011 മോഡലിൽ നമുക്ക് ഒരു മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഒരു 1,400,000 വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് നമുക്ക് 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഡാഡ്സിൻ്റെ റെഡിക്ക് 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. നമുക്ക് 2,30,000 രൂപ കൊടുക്കാം. ഏകദേശം ഫുൾ ലോണിൻ്റെ അടുത്ത് തന്നെ കയറാം. ഒരു 20,000 റുപ്യക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. അതുപോലെ നമ്മൾ മാരുതിൻ്റെ ബ്രസ്സ ZDI ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരെ താഴെയുള്ള ഓപ്ഷൻ വേരിയൻ്റാണ്. അലവിൽ കാര്യങ്ങളെല്ലാം വരുന്ന വേരിയൻ്റാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 6,70,000 രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഏകദേശം ലോണ് ഒരു 6,15 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അതുപോലെ ക്രെറ്റ ഹുണ്ടായിൻ്റെ ക്രെറ്റ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇത് നമുക്ക് 7,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓഫ് റേറ്റാണ്. അതുപോലെ സിയാസ് മാരുതിൻ്റെ സിയാസ് സഡൻ ZDI ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. നമുക്ക് 5,40,000 രൂപയ്ക്ക് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആക്കാൻ പറ്റും. അതുപോലെ ഹോണ്ട സിറ്റി 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ 2015 മോഡൽ വി ഓപ്ഷന്. ഇത് നമുക്ക് 4,79,000 രൂപയ്ക്ക് നമുക്ക് ഓട്ടോമാറ്റിക് സിറ്റി നമുക്ക് കൊടുക്കാം. അതുപോലെ സിയാസ് ഓട്ടോമാറ്റിക് ആണ്. 4,79,000 രൂപയ്ക്ക് നമുക്ക് സിയാസും കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് സിയാസ് പെട്രോളാണ്. അതുപോലെ സ്വിഫ്റ്റ് ഡീസൽ ഡിസയറാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. 2012 മോഡലാണ്. ഇത് നമുക്ക് 2,59,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഏതെങ്കിലും വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. ആ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ.